ലോകത്ത് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണെന്നാണ് എൻ്റെ അറിവ്. പലപ്പോഴും ഇത്തരം കോമ്പിനേഷനുകൾ അശാസ്ത്രീയവും രോഗികൾക്ക് പ്രത്യേകിച്ച് നേട്ടമുണ്ടാക്കുന്നതും അല്ല. ഇത് മരുന്ന് കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കാനും അവർ വില നിയന്ത്രണ പട്ടികയിൽ നിന്ന് പുറത്തു കടക്കാനുമുള്ള ഒരു കുതന്ത്രം മാത്രമാണ്. ഇത്തരത്തിലുള്ള 16 കോമ്പിനേഷൻ മരുന്നുകൾ ജൂൺ 11 ഗസറ്റിൽ 2026 ജൂൺ 11 ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ജൂൺ 15 ഇത് നിരോധിച്ചുത്തരവായിരിക്കുന്നു. 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമത്തിലെ സെക്ഷൻ 26A പ്രകാരമാണ് 16 മരുന്നുകൾ നിരോധിച്ചിരിക്കുന്നത്. ഈ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിർത്തുന്നത് കുറ്റകരമാണ്. ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിൻ്റെയും ഔഷധ മേഖലയിലെ വിദഗ്ധ ഉപസമിതികളുടെ ശുപാർശ പ്രകാരമാണ് ഈ മരുന്നുകളെല്ലാം നിരോധിച്ചിരിക്കുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ, വേദനസംഹാരികൾ, ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് അണുബാധയ്ക്കുള്ളവ, പ്രമേഹം, ഉത്കണ്ഠ, രക്തസമ്മർദ്ദം, രക്തം കട്ട പിടിക്കാതിരിക്കാൻ തുടങ്ങിയവയെല്ലാം നിരോധിച്ച മരുന്നുകൾ ഉൾപ്പെടുന്നു. ഇതിൽ പലതും ഉദാഹരണമായി നോക്കിയാൽ അമോക്സിലിനും സിറാഷ്യോപെപ്റ്റിഡൈസും അതുപോലെ തന്നെ ആലോവെറയും വൈറ്റമിൻ ഇയും അങ്ങനെ ഒരുപാട് മരുന്നുകൾ, സ്കിൻ പ്രോഡക്റ്റുകളൊക്കെ നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നു. നമുക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കാം.